വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ M4 Edu Arena 2290. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 5ാം സ്റ്റാൻഡേർഡിലെ യൂണിറ്റ് ഫസ്റ്റ് ദ വാംത് ഓഫ് ലവ്. ഓക്കെ, നമുക്ക് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ദ വാംത് ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ വാംത് ഓഫ് ലവ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ് അല്ലേ. ലവും അഫെക്ഷനും ഒക്കെ നമ്മുടെ ലൈഫിൽ അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ് അല്ലേ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ. ഈ പിക്ചറിൽ എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട്? എന്തെല്ലാം കാണാൻ പറ്റുന്നുണ്ട്? വി ക്യാൻ സീ എ ഫാമിലി സിറ്റിംഗ് അണ്ടർ എ ട്രീ. എന്ത് ചെയ്യുന്നു അവര്? ദേ ഷെയറിങ് ദെയർ അഫെക്ഷൻ ആൻഡ് ലവ് ടു ദെയർ ചൈൽഡ് അല്ലേ. അവരുടെ കുട്ടിയുമായിട്ട് സ്നേഹം പങ്കുവയ്ക്കുകയാണ് ഈ പേരൻസ് ചെയ്യുന്നത് അല്ലേ. പിന്നെ എന്ത് കാണാൻ പറ്റും? ദ ബേർഡ്സ് ആൾസോ ജോയിനിങ് ടുഗദർ ടു ഷോ ദെയർ ലവ് ആൻഡ് അഫെക്ഷൻസ് അല്ലേ. ബേർഡ്സും സ്നേഹം പങ്കുവയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടെ കുട്ടികൾ കളിക്കുന്നതാണ് അല്ലേ. വി ക്യാൻ സീ ദ ഹാപ്പിനെസ് ഓഫ് ദ ചിൽഡ്രൻ. എന്ത് ചെയ്യണം അവര്? ദേ ആർ പ്ലേയിങ് ആൻഡ് എൻജോയിങ് ദ ഗെയിം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലാക്കാം? ദ വാംത് ഓഫ് ലവ് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ദ വാംത് ഓഫ് ലവ് എന്ന് പറയുന്നത്. നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഒരു എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. എന്താണ് ഇവിടെ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന പോയിറ്റ് പറയുന്നത്? എർത്ത് ഈസ് ദ റൈറ്റ് പ്ലേസ് ഫോർ ലവ്. ഭൂമിയാണ് സ്നേഹിക്കപ്പെടാൻ കഴിയുന്ന റൈറ്റ് പ്ലേസ്, ശരിയായ സ്ഥലം ഭൂമിയാണ് എന്നാണ് ആര് പറയുന്നത്? റോബർട്ട് ഫ്രോസ്റ്റ്. ഹീസ് എൻ അമേരിക്കൻ റൈറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓതറും ഒരു അമേരിക്കൻ റൈറ്ററാണ്. പേരെന്താണെന്നറിയോ? ഓൺട്രി പെൻ. അപ്പോൾ ഓൺട്രി പെൻ എന്ന് പറയുന്നത് ഹീസ് ആൻ അമേരിക്കൻ റൈറ്ററാണ്. ഹി സ്റ്റോറീസ് എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിലെല്ലാം പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്റ്റോറി എഴുതുന്ന ആളാണ് നമ്മുടെ റൈറ്ററായിട്ടുള്ള ഓൺട്രി പെൻ. ഓൺട്രി പെൻ ഹീസ് എൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. പിന്നെന്താണ്? അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ പോയറ്റിൻ്റെ ഓൺട്രി പെന്നിൻ്റെ ബെസ്റ്റ് നോൺ സ്റ്റോറിയാണ് ദ കിസ്സിങ് ഹാൻഡ്. അതായത് ഷീ ഈസ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. റാക്കൂണുകളെ പറ്റിയുള്ള സ്റ്റോറീസ് ആണ് ഓൺട്രി പെൻ എന്ന റൈറ്ററെ ഫേമസ് ആക്കിയത്. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റൈറ്റർ ആരാണ്? ഷീ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ. നൈൻ ഓൺട്രി പെൻ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് അബൌട്ട് ടു ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. രണ്ട് പിക്ചർ കണ്ടില്ലേ? എന്താണ് ഇതിൽ കാണുന്നത്? ടു ബോയ്സ് ആർ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. രണ്ട് ആൺകുട്ടികൾ സ്കൂളിലോട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ് ബോയ് ചെയ്യുന്നത്, എന്താണ് സെക്കൻഡ് ബോയ് ചെയ്യുന്നത് നോക്കാം. വാട്ട് ഈസ് ദ ഫസ്റ്റ് ബോയ് ഡൂയിങ്? ഫസ്റ്റ് ബോയ് എന്താണ്? ഹാപ്പിയാണ് അല്ലേ സ്കൂളിൽ പോകാൻ. അപ്പോൾ ഹീ ഈസ് റെഡി ഫോർ ഗോയിങ് ടു ദ സ്കൂൾ. ഹീ ലൈക്സ് ടു ഗോ ടു സ്കൂൾ. ഓക്കെ, ഈസ് ഹീ ഹാപ്പി? അവൻ സന്തോഷവാനാണോ? അതെ, യെസ്, ഹീ ഈസ് ഹാപ്പി. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിന് കാരണം? ഹീ ലൈക്സ് ടു ഗോ ടു സ്കൂൾ. അവന് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമായതുകൊണ്ടായിരിക്കും അല്ലേ. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് ബോയ്? സെക്കൻഡ് ബോയ് എന്താ ഇവിടെ ചെയ്യുന്നത്? ഹീ ഈസ് ക്രൈയിങ്. വാട്ട് ഈസ് ഹിസ് മദർ ഡൂയിങ്? എന്താണ് അമ്മ ചെയ്യുന്നത്? ഷീ ഈസ് ട്രൈങ് ടു കൺസോൾ ഹിം. അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അമ്മ അല്ലേ. Now your teacher will tell you about his or her first day at school. How was your first day at school? Share with your friends. നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലെ കരയാറുണ്ടോ അതേ ഹാപ്പി ആയിട്ടാണോ പോകുന്നതെന്ന് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ദ കിസ്സിംഗ് ഹാൻഡ്. In this story, a little raccoon named Chester is hesitant about going to school. Now let's see what happens to him. ഈ സ്റ്റോറിയിൽ എന്താ പറയുന്നത്? ഒരു ലിറ്റിൽ റാക്കൂണിന്റെ കഥയാണ്. ഏത് ലിറ്റിൽ റാക്കൂണിന്റെ നെയിം എന്താണ്? ചെസ്റ്റർ. ചെസ്റ്റർ എന്ന് പറയുന്ന ഒരു റാക്കൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിനം കരടി അല്ലെങ്കിൽ ഒരു അമേരിക്കൻ കരടി. അതായത് നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞാൽ ഒരു മരപ്പട്ടിയുടെ സൈസിലൊക്കെ വരുന്ന ഒരു കരടി പോലെ ഇരിക്കും. അതാണ് എന്ത്? റാക്കൂൺ എന്ന് പറയുന്നത്. അപ്പം ഈ ലിറ്റിൽ റാക്കൂൺ നെയ്മഡ് ചെസ്റ്റർ. എന്താണ് നമ്മുടെ റാക്കൂണിന്റെ പേര്? ചെസ്റ്റർ. ചെസ്റ്ററിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ? അല്ല. നൗ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ഇനി നോക്കാം നമുക്ക് എന്താണ് ഈ സ്റ്റോറിയിൽ നമ്മുടെ റാക്കൂൺ പറയുന്നതെന്ന് നോക്കാം. പിക്ചറൊക്കെ കണ്ടല്ലോ അല്ലേ. ഇതാരാണ്? ഇത് നമുക്ക് കാണുമ്പോഴേ അറിയാം, മദർ ആണ്. ഇത് നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ ആണ്. സ്കൂളിൽ പോകാൻ റെഡി ആയിട്ട് യൂണിഫോം ഒക്കെ ഇട്ടിരിക്കുകയാണ്. ബാഗ് സൈഡിലുണ്ട് അല്ലേ. അവരെന്തോ കോൺവെർസേഷൻ ചെയ്യുവാണ്. എന്തുവാണെന്ന് നോക്കാം.
ചെസ്റ്റർ റാക്കൂൺ സ്റ്റുഡ് അറ്റ് ദ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ക്രൈഡ്. എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഔട്ടർ ബൗണ്ടറി അല്ലേ? അപ്പൊ ചെസ്റ്റർ റാക്കൂൺ അവിടെ ഫോറസ്റ്റിൽ ഇരുന്ന് കരയുവാണ്, ഔട്ടർ ബൗണ്ടറിയിൽ ഇരുന്ന് കരയുവാണ്. എന്തിനാ? ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. എനിക്ക് സ്കൂളിൽ പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ല. ഹി ടോൾഡ് ഹിസ് മദർ. അവൻ അമ്മയോട് പറഞ്ഞു. ഐ വാണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. ഞാൻ അമ്മയോടൊപ്പം നിൽക്കാനാണ്, വീട്ടിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായിട്ട് കളിക്കണം. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഞാൻ എൻ്റെ ടോയ്സുമായിട്ട് കളിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു റീഡ് മൈ ബുക്സ്. ഞാൻ എൻ്റെ ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഐ വാണ്ട് ടു സിങ് ഓൺ മൈ സിങ്. ഞാൻ എന്ത് ചെയ്യുന്നു? സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊക്കെ അറിയാം, ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്. സിങ് നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? ആ, അതിൽ കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്ലീസ് മേ ഐ സ്റ്റേ ഹോം വിത്ത് യു. പ്ലീസ് അമ്മേ, എന്നെ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കൂ, ഞാൻ നിന്നോട്ടെ. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. ചെസ്റ്റർ റാക്കൂൺ അമ്മ എന്ത് ചെയ്തു? അവന്റെ കൈയും പിടിച്ചിട്ട് എന്താ? നസിൽഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മൾ സ്നേഹത്തോടെ ഇങ്ങനെ മൂക്കിലൊക്കെ പിടിക്കത്തില്ലേ? ടു റബ് എഗെയിൻസ്റ്റ് വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. വായിലും നോസിലുമായിട്ട് ഇങ്ങനെ സ്നേഹത്തോടെ തടവുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? നസിൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റർ ബൈ ദ ഹാൻഡ് ആൻഡ് നസിൽഡ് ഹിസ് ഇയർ. നെക്സ്റ്റ് നോക്കാം. സംടൈംസ് വി ആൾ ഹാവ് ടു ഡു തിങ്സ് വി ഡോണ്ട് വാണ്ട് ടു ഡു. ചില സമയത്ത് നമ്മൾ എന്താണ്, നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്യേണ്ടി വരും. ഷീ ടോൾഡ് ഹിം ജെന്റിലി. സ്നേഹത്തോടെ, ജെന്റിലായിട്ട് അമ്മ പറഞ്ഞു. ഈവൻ ഇഫ് ദേ സീം സ്ട്രേഞ്ച് ആൻഡ് സ്കേറി അറ്റ് ഫസ്റ്റ്. നമുക്ക് ആദ്യമൊക്കെ സ്കൂളൊക്കെ അപരിചിതമായിട്ടും സ്കേറി, പേടിപ്പെടുത്തും, ഫിയർ. സ്കേറി എന്ന് പറഞ്ഞാൽ എന്താ? ഫിയർ ആയിട്ടൊക്കെ തോന്നും. ബട്ട് യു വിൽ ലവ് സ്കൂൾ ഓൺസ് യു സ്റ്റാർട്ട്. പക്ഷേ നീ സ്കൂളിനെ സ്നേഹിക്കും. ഒരിക്കൽ നീ പോയി തുടങ്ങിയാൽ, ഒരിക്കൽ നീ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നീ സ്കൂളിനെ സ്നേഹിച്ചോളും. യു വിൽ മേക്ക് ന്യൂ ഫ്രണ്ട്സ് ആൻഡ് പ്ലേ വിത്ത് ന്യൂ ടോയ്സ്. എന്താ പറയുന്നത്? നിനക്ക് പുതിയ ഫ്രണ്ട്സും പുതിയ ടോയ്സ് ഒക്കെ ആയിട്ട് കളിക്കാൻ പറ്റും, പുതിയ ഫ്രണ്ട്സിനോടൊപ്പം കളിക്കാൻ പറ്റും എന്നൊക്കെയാണ് അമ്മ സമാധാനിപ്പിക്കുന്നത്. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സിങ് ഓൺ ന്യൂ സിങ്സ്. നിനക്ക് അവിടെ ചെന്ന് പുതിയ ബുക്കും സിങ്ങും എല്ലാം, പുതിയ ബുക്ക് വായിക്കാനും സിങ്ങിൽ കളിക്കാനും എല്ലാം പറ്റും. പുതിയ സിങ് ഒക്കെ നിനക്ക് കിട്ടും. ബിസൈഡ്സ് ഷീ ആർഡർ. പിന്നെ അതുകൂടാതെ പിന്നെ എന്താണ് അമ്മ പറഞ്ഞത്? ഐ നോ എ വണ്ടർഫുൾ സീക്രട്ട് ദാറ്റ് വിൽ മേക്ക് യുവർ നൈറ്റ്സ് അറ്റ് സ്കൂൾ സീം ഓസ് വാം ആൻഡ് കോസി ആസ് യുവർ ഡേയ്സ് അറ്റ് ഹോം. പിന്നെ എന്താണ്? എനിക്കൊരു ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സീക്രട്ട് അറിയാം. അത് നിന്നെ ആ സ്കൂളിൽ ചെന്ന് ഒറ്റപ്പെടലിന്റെ ആ ഒരു ഫീലിംഗ് ഒന്നും ഇല്ലാതെ നല്ല കംഫർട്ട്, കോസി എന്ന് പറഞ്ഞാൽ എന്താ? കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിനക്ക് ഫീൽ ചെയ്യും. എന്താണ് ആ സീക്രട്ട്? നോക്കാം. ചെസ്റ്റർ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ് ആൻഡ് ലുക്ക്ഡ് ഇൻട്രസ്റ്റഡ്. പെട്ടെന്ന് തന്നെ ചെസ്റ്റർ എന്തോ ചെയ്തു? നമ്മുടെ ചെസ്റ്റർ റാക്കൂൺ വൈപ്ഡ് അവേ ഹിസ് ടിയേഴ്സ്, കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റിയിട്ട് ഇൻട്രസ്റ്റോടെ നോക്കി. സീക്രട്ട്? സീക്രട്ടോ? വാട്ട് കൈൻഡ് ഓഫ് സീക്രട്ട്? എന്ത് തരം സീക്രട്ട് ആണമ്മേ? എ വെരി ഓൾഡ് സീക്രട്ട്. ഒരു വളരെ പഴയ ഒരു സീക്രട്ട് ആണ്. എന്താണ്? സെഡ് മിസ് റാക്കൂൺ. അമ്മ പറഞ്ഞു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം മൈ മദർ. ഞാൻ എവിടെ നിന്നാ ഈ സീക്രട്ട് പഠിച്ചത്? എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാണ്. ആൻഡ് ഷീ ലേൺഡ് ഇറ്റ് ഫ്രം ഹെർ മദർ. എൻ്റെ അമ്മ പഠിച്ചത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് അല്ലേ? ഇറ്റ്സ് കാൾഡ് ദ കിസ്സിംഗ് ഹാൻഡ്. എന്താണ് അതിന് പറയുന്നത്? കിസ്സിംഗ് ഹാൻഡ് എന്നാണ് ആ ഒരു സീക്രട്ടിന്റെ പേര്. ദ കിസ്സിംഗ് ഹാൻഡ് ആസ്ക്ഡ് ചെസ്റ്റർ. കിസ്സിംഗ് ഹാൻഡോ? വാട്ട്സ് ദാറ്റ്? എന്താണത്? അപ്പൊ അമ്മ പറയുക, ഐ വിൽ ഷോ യു. ഞാൻ കാണിച്ചു തരാം. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. മിസ് റാക്കൂൺ എന്ത് ചെയ്തു? മിസ്സിസ് റാക്കൂൺ ചെസ്റ്ററിന്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട്, ചെറിയ വിരലുകളല്ലേ നമ്മുടെ ചെസ്റ്ററിനുള്ളത്, അത് ഇങ്ങനെ ഈ ടൈനി ഫിംഗേഴ്സ്, ചെറിയ വിരലുകൾ ഇങ്ങനെ ഫാൻ വിടർത്തുന്നത് പോലെ ഇങ്ങനെ വിടർത്തിയിട്ട് ലീനിങ് ഫോർവേഡ്, നൂത്ത് പിടിച്ചിട്ട് എന്തോ ചെയ്തു? ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ചെസ്റ്ററിന്റെ മിഡിൽ ഓഫ് ഹിസ് പാം, അതായത് കൈമധ്യത്ത് എന്ത് ചെയ്തു? കിസ് ചെയ്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹെർട്ട്. കയ്യിലൂടെ ഇങ്ങനെ വന്ന് ഹേർട്ടിനകത്തോട്ട് പോകുന്നത് പോലെ ചെസ്റ്ററിന് ഫീൽ ചെയ്തു. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾ വിത്ത് എ സ്പെഷ്യൽ വാം. അപ്പോൾ അവൻ എന്ത് ചെയ്തു? സിൽക്കി ബ്ലാക്ക് മാസ്ക് അല്ലേ നമ്മുടെ ഈ റാക്കൂൺസിന്റെ ഒക്കെ ഫേസിൽ നല്ല സിൽക്കി ആയിട്ടും ബ്ലാക്ക് മാസ്ക് വെച്ചതുപോലുള്ള രോമങ്ങളും എല്ലാം ഇല്ല, അവിടെ അങ്ങനെ ടിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കിളിയാക്കി. അമ്മയുടെ ആ സ്പെഷ്യൽ വാംത് അവനെ ഇങ്ങനെ ഇക്കിളിയാക്കി. മിസ്സിസ് റാക്കൂൺ സ്മൈൽഡ്. അമ്മ ചിരിച്ചു. ഷീ ടോൾഡ് ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം. നീ എപ്പോഴാണോ തനിച്ചാകുന്നത്, നിനക്ക് എപ്പോഴാണോ വീട്ടിൽ നിന്നുള്ള സ്നേഹം ലഭിക്കേണ്ടത്, ആ സമയത്ത് നീ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ്. നിന്റെ കയ്യിലൊന്ന് പ്രസ് ചെയ്യുക.
ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. നിന്റെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് നിന്റെ ചീക്കിലോട്ട് വെച്ചിട്ട് ചിന്തിക്കണം. മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. അമ്മ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ ചിന്തിക്കണം. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. ടോസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫീലിംഗ് ഓഫ് വാംത്ത്. അപ്പോൾ നിനക്ക് എന്ത് ഫീൽ ചെയ്യും? ഒറ്റപ്പെടലിന്റെ ആ ഒരു ഫീലിംഗ് ഒക്കെ മാറി എന്തോ ഫീൽ ചെയ്യും? മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ് ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. നിന്റെ മുഖത്തെല്ലാം ആ ഒരു ടോസ്റ്റി വാം തോട്ട്സ് നിറയും. She took Chester's hand and carefully wrapped his fingers around the kiss. She took Chester's hand. ചെസ്റ്ററിന്റെ ഹാൻഡ് എടുത്തിട്ട് എന്തോ ചെയ്തു? കെയർഫുള്ളി റാപ്ഡ്, ശ്രദ്ധയോടെ മടക്കി. എന്താ? ആ ഫിംഗേഴ്സ് ശ്രദ്ധയോടെ മടക്കി. റാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധയോടെ ഇങ്ങനെ മടക്കും അല്ലേ? ടു കവർ എന്ന് വെച്ചാൽ ആ കൈക്കകത്ത് എന്തുണ്ട്? അമ്മയുടെ കിസ് ഉണ്ട്. അത് പുറത്ത് പോകാതിരിക്കാൻ അമ്മ എന്തോ ചെയ്തു? ചെസ്റ്ററിന്റെ ഹാൻഡ് എടുത്ത് കെയർഫുള്ളി ശ്രദ്ധയോടെ റാപ്പ് ചെയ്തു അല്ലേ? മടക്കി വെച്ചു. നെക്സ്റ്റ് എന്താ നോക്കാം. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്. ഇനി എന്താ? ശ്രദ്ധിക്കണം, അതിനെ നഷ്ടപ്പെടുത്തരുത്. ഷീ ടീസ്ഡ് ഹിം. ടീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? തമാശ രൂപേണ, ഫൺ. അതുപോലെ അമ്മ കളിയാക്കി പറഞ്ഞു. ബട്ട് ഡോണ്ട് വറി, വിഷമിക്കണ്ട. വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിംഗ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. നീ വിഷമിക്കണ്ട. എപ്പോഴാണോ നീ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈ വാഷ് ചെയ്യാൻ കൈ തുറക്കുന്നത്, അപ്പോൾ ഈ കിസ് നഷ്ടപ്പെടുകയൊന്നുമില്ല, അതവിടെ ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും. ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. കയ്യിൽ തന്നെ ആ കിസ് കാണുമെന്ന് അമ്മ പറയുന്നു. ചെസ്റ്റർ ലൗഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് അവന്റെ കിസ്സിങ് ഹാൻഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു. നൗ ഹി ന്യൂ ഹിസ് മദേഴ്സ് ലവ് വുഡ് ഗോ വിത്ത് ഹിം വേർ എവർ ഹി വെന്റ്. എവിടെ പോയാലും അവന്റെ അമ്മയുടെ സ്നേഹം അവനോടൊപ്പം ഉണ്ടെന്ന് അവന് അറിയും. ഈവൻ ടു ദ സ്കൂൾ. സ്കൂളിൽ പോയാൽ എപ്പോഴും അവന്റെ അമ്മയുടെ സ്നേഹം അവന്റെ കൂടെ തന്നെ ഉണ്ട്. ദാറ്റ് നൈറ്റ്, ആ രാത്രിയിൽ, ചെസ്റ്റർ സ്റ്റുഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് സ്കൂൾ ആൻഡ് ലുക്ക് തോട്ട്ഫുൾ. സ്കൂളിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. കണ്ടല്ലോ, സ്കൂളിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെസ്റ്റർ റാക്കൂൺ നിൽക്കുകയാണ്. സഡൻലി, പെട്ടെന്ന്, ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. പെട്ടെന്ന് അമ്മയെ തിരിഞ്ഞു നോക്കിയിട്ട് എന്ത് പറഞ്ഞു? ഗീവ് മി യുവർ ഹാൻഡ്. ഹി ടോൾഡ് ഹെർ. അമ്മയുടെ കൈ ഒന്ന് നീട്ടിക്കേ. ചെസ്റ്റർ ടുക്ക് ഹിസ് മദേഴ്സ് ഹാൻഡ് ഇൻ ഹിസ് ഓൺ ആൻഡ് അൺഫോൾഡഡ് ഹെർ ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. അമ്മയുടെ കൈ പിടിച്ചിട്ട് എന്ത് ചെയ്തു? അൺഫോൾഡഡ് മീൻസ് ഓപ്പൺ. അമ്മയുടെ കൈ വലിയ കൈയല്ലേ? നമ്മുടെ ചെസ്റ്ററിന്റെ ആണെങ്കിൽ ടൈനി ഫിംഗേഴ്സ് ആയിരുന്നല്ലേ? പക്ഷെ അമ്മയുടെ കൈയൊക്കെ നല്ല വലുതാണല്ലേ? ലാർജ് ഫെമിലിയർ ഫിംഗേഴ്സ്. ലാർജ് ഫിംഗേഴ്സ് ഇങ്ങനെ ഫാൻ പോലെ ഇങ്ങനെ വിടർത്തിയിട്ട് എന്ത് ചെയ്തു? നെക്സ്റ്റ് ഹി ലീൻഡ് ഫോർവേഡ്, ഇങ്ങനെ നീട്ടിയിട്ട്, ആൻഡ് കിസ്ഡ് ദ സെന്റർ ഓഫ് ഹർ ഹാൻഡ്. കൈയുടെ മധ്യഭാഗത്ത് കിസ് ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ്. ഇപ്പോൾ അമ്മയ്ക്ക് ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ടല്ലോ. ഹി ടോൾഡ് ഹെർ വിത്ത് എ ജെന്റിൽ ഗുഡ് ബൈ. എന്നിട്ട് ഒരു പൊളൈറ്റ് ആയിട്ട്, ഒരു ജെന്റിലായിട്ട് ഒരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ്, സ്കൂളിൽ പോയി ഇഷ്ടമായി അല്ലേ? ജെന്റിൽ ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ്, ഐ ലവ് യു ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ്ഡ് അവേ. ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട്, ഞാൻ അമ്മയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റർ എന്തോ ചെയ്തു? തിരിഞ്ഞു നോക്കി ഡാൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ പോയി. കണ്ടോ, ചെസ്റ്റർ സ്കൂളിൽ പോകുന്ന പിക്ചർ ഉണ്ടല്ലോ. അപ്പൊ അമ്മ ബാക്കിൽ നിന്ന് നോക്കുന്നുണ്ട് അല്ലേ? മിസ് റാക്കൂൺ വാച്ച്ഡ് ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിം ആൻഡ് എന്റർ ദ സ്കൂൾ. മിസ്സസ് റാക്കൂൺ എന്ത് ചെയ്തു? ചെസ്റ്റർ ഇങ്ങനെ സ്കാമ്പർ അക്രോസ് എ ട്രീ ലിം. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മളിങ്ങനെ ലൈറ്റ് എന്ന് വെച്ചാൽ ടു റൺ വിത്ത് ക്യുക്ക്, അതായത് പെട്ടെന്ന് ഓടി അങ്ങ് പോകത്തില്ലേ? ലൈറ്റ് സ്റ്റെപ്പ് ഒക്കെ വെച്ച് ഇങ്ങനെ കുണുങ്ങി പെട്ടെന്ന് ഓടത്തില്ലേ? സ്കാമ്പർ എന്ന് പറഞ്ഞാൽ ടു റൺ വിത്ത് ക്യുക്ക്, അതായത് ലൈറ്റ് സ്റ്റെപ്പ് ഒക്കെ ഇട്ട് പതുക്കെ ഇങ്ങനെ ഓടി പോകുന്നത് അമ്മ ഇങ്ങനെ ട്രീ ലിമ്മിന്റെ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. ആസ് എ ഫസ്റ്റ് ബെൽ ഓഫ് ദ ന്യൂ സ്കൂൾ ഇയർ റാങ്. പുതിയ സ്കൂളിലെ ഫസ്റ്റ് ബെൽ അടിച്ചു. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. അമ്മ എന്ത് ചെയ്തു? അമ്മയുടെ ലെഫ്റ്റ് ഹാൻഡ് പ്രസ് ചെയ്തിട്ട് കവിളിലോട്ട് വെച്ചിട്ട് ചിരിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? ദ വാംത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട് വിത്ത് സ്പെഷ്യൽ വേർഡ്സ്. ചെസ്റ്ററിന്റെ കിസിന്റെ ആ ഒരു വാംത്, അതായത് കംഫർട്ട്, അവളുടെ ഹൃദയത്തിലെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാതെ ഒരു സ്പെഷ്യൽ വേർഡ്സ് ആയിട്ട് തന്നെ ഇങ്ങനെ നിന്നു. ചെസ്റ്റർ ലവ്സ് യു ഇറ്റ് സാങ്. എന്താണ് അമ്മ പാടിയത്? ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ ലവ്സ് യു. ഇതാണ് അമ്മ പാടിയത്. അപ്പം കണ്ടോ, റാക്കൂൺ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മകൻ സ്കൂളിൽ പോകുന്നതും കാത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് വേർഡ് മീനിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോസി, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസി എന്ന് പറഞ്ഞാൽ കംഫർട്ട്. നസിൽ പഠിക്കണം. നസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റബ് അഗെയിൻസ്റ്റ് വിത്ത് ദ നോസ് ആൻഡ് മൗത്ത്. സ്നേഹത്തോടെ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നതിനാണ് നസിൽ എന്ന് പറയുന്നത്. സ്കാമ്പർ പഠിക്കണം. സ്കേറി മീൻസ് ഫിയർ. സ്കാമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റൺ വിത്ത് ക്യുക്ക്, അതായത് പെട്ടെന്ന് ഓടിപ്പോകത്തില്ല, നമ്മൾ ലൈറ്റ് സ്റ്റെപ്സ് ഒക്കെ ഇട്ട് ഓടിപ്പോകുന്നതിനാണ്
സ്കാമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയ ദ വാംത് ഓഫ് ലവ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അത് പറയുന്നത് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അതാത് ടൈമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ കമൻസ് ഒക്കെ ഇടണം. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.